ഇതാണ് ഖത്താറിലെ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റണ്ണിങ് ലക്ഷറി റിസോർട്ടായ ചേഡി റിസോർട്ട്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കത്താര കൾച്ചറൽ വില്ലേജിലാണ്. എത്ര മനോഹരമായ അറബിക് റോയൽ ലുക്കുള്ള ഒരു റിസോർട്ടാണെന്ന് നോക്കി. എന്താ ആ പ്രൗഡി, എത്ര മനോഹരമാണല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്നത് ബീച്ച് വ്യൂ ആണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ചുറ്റിനും നല്ല പച്ചപ്പും ഒക്കെയുള്ള നല്ലൊരു മെയിൻ എൻട്രൻസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ചേഡി റിസോർട്ട് ആൻഡ് ഹോട്ടൽസിലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഖത്താർ ദോഹയിലാണ്. വളരെ മനോഹരമായിട്ട് ഒരു അറബിക് ആർക്കിടെക്ചർ എലോങ് വിത്ത് ഒരു മോഡേൺ ആംബിയൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത്. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിക് ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിറയെ പച്ചപ്പും ഫ്രണ്ടിൽ ബീച്ച് വ്യൂവും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ. സോ സ്റ്റെപ്പിംഗ് ഇൻ ദ ലോബി, പ്യുവർ എലിഗൻസ് ആൻഡ് ക്ലാസി ഫീലിലാണ് ലോബി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഫാബുലസ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലോബി. അതുപോലെ ഫ്രഷ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൂക്കളുടെ സുഗന്ധം അവിടെ എല്ലാം നിറഞ്ഞിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല മിഡിൽ ഈസ്റ്റേൺ ഡിസൈൻ വിത്ത് മോഡേൺ ലക്ഷറിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന വളരെ ക്ലാസി ആയിട്ടുള്ളൊരു ലോബിയാണ്. സോ ഇതാണ് കോറിഡോർ. വളരെ ലക്ഷറി വൈബിൽ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. എവിടെ നോക്കിയാലും മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു കോറിഡോറിൽ. നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് എല്ലായിടത്തും കൊടുത്തിരുന്നത്. അതുപോലെ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്ത് പല ഭാഗത്തും വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് റൂമിൻ്റെ വ്യൂ എന്താണെന്ന് നോക്കാം. റൂമിലേക്ക് പോയാലോ. ഓക്കേ, സോ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ ഫുള്ളി ഒരു ഓഫ് വൈറ്റ് കളർ എലോങ് വിത്ത് ഒരു വുഡൻ ടച്ചിലാണ് എൻ്റെ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ സീ വ്യൂ ആണ്. വാവ്, സോ ഇതാണ് നമ്മളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ബീച്ച് വ്യൂ ആണ് കാണുന്നത്. അതുപോലെ വലിയ വലിയ നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ വ്യൂവും കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ബോട്ട്സ് നമ്മൾ ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്ന രീതിയിൽ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ബീച്ചിലിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ റൂമിലെ പെയിൻറ്റിങ്സ് എല്ലാം വളരെ മനോഹരമായിരുന്നു. നല്ല ക്ലാസി ടച്ചുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു എല്ലാം. സോ ഇതാണ് വാഷ്റൂം ഏരിയ. വാഷ്റൂം ഏരിയയിൽ ഷവർ റൂം സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സെപ്പറേറ്റ്, അങ്ങനെയാണ്. ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. നല്ല ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്. ഹാൻഡ് വാഷ് ആൻഡ് ബോഡി ലോഷൻ. ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വുഡൻ ബോക്സിലകത്ത് എന്തോ ഒക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഓക്കെ, ഇതിൽ ലൂഫ വെച്ചിട്ടുണ്ട്. ദെൻ ഷവർ ക്യാപ്പ്, ദെൻ സാനിറ്ററി ബാഗ്, ഒരു ടവൽ വെച്ചിട്ടുണ്ട്. നല്ല വൈറ്റ് കളറുള്ള ഒരു ബ്യൂട്ടിഫുൾ ടവൽ വെച്ചിട്ടുണ്ട്. ദെൻ ദന്തൽ കിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ ഇൻറ്റീരിയർ എല്ലാം ഒരു അറബിക് ടച്ച് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അറബിക് ടച്ച് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഷവർ റൂം തുറന്നു നോക്കാം. ഇതാണ് ഷവർ റൂം. ഷവർ റൂമും ടോയ്ലറ്റും രണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 ഇതിനാണ് ചെയ്തിരിക്കുന്നത്. ഷവർ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഷവർ റൂമിൽ ഷവർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഫസ്റ്റ് വൺ ഒരു ഷവർ ജെല്ല് വെച്ചിട്ടുണ്ട്. ദെൻ ഷാമ്പു വെച്ചിട്ടുണ്ട്. ദെൻ കണ്ടീഷണർ വെച്ചിട്ടുണ്ട്. എല്ലാം വൈറ്റ് കളറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ക്ലാസി ആൻഡ് എലിഗൻറ്റ് ടച്ച് കൊടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഇൻറ്റീരിയറാണ്. എവിടെ നോക്കിയാലും ഓഫ് വൈറ്റ് എലോങ് വിത്ത് ഒരു വുഡൻ കളറിലുള്ള ഇൻറ്റീരിയറാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, ഇതൊരു വാർഡ്രോബ് റൂം പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്.
ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ചെറിയ ഇരിക്കാനൊക്കെയുള്ളൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹാങ്ങേഴ്സ് ഉണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലോണ്ടറി ബാഗ് വെച്ചിട്ടുണ്ട്. സോ ഇതൊരു ബ്യൂട്ടിഫുൾ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ചെറിയ റൂം പോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ സ്ലിപ്പേഴ്സ് ഉണ്ട്, വൈറ്റ് സ്ലിപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു മിററുണ്ട്. സോ എനിവേ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. ടവൽസ് എന്നൊക്കെ പറഞ്ഞാൽ ടവൽസിൻ്റെ ഒരു ചാകരയാണ് ടവൽസ്. ഇതൊരു മിററാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിററാണ്. ഓക്കെ, ഇതൊക്കെ റൂമിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. റൂമിൽ ഒരു നല്ലൊരു വുഡൻ ബോക്സിൽ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഫോർ ടീ ആൻഡ് കോഫി പ്രിപ്പറേഷനുള്ള കാര്യങ്ങളാണിതെല്ലാം. ദെൻ ഒരു കോഫി മേക്കിങ്ങിൻ്റെ വേണ്ട സാധനങ്ങൾ, ടീ മേക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ദെൻ 2 ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുറേ ഗ്ലാസസ് ഉണ്ട്, ഒരു വാട്ടർ ബോയിലിംഗ് കെറ്റിലുണ്ട്, ദെൻ ഇതൊരു ടീ മേക്കിംഗ് മെഷീനുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു കോഫി പൗഡറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയതാണ്. പൊട്ടിച്ചപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ലൊരു ഫ്രഷ് അരോമയായിരുന്നു. ഇനി താഴെ കുറേ ഗ്ലാസസ് ഉണ്ട്, സ്പൂൺസ് ഉണ്ട്, അങ്ങനെ എല്ലാം ടീയും കോഫിയും കുടിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലാസസ് ഒക്കെ വെക്കാനൊക്കെയുള്ള ഒരു ക്യാബിനറ്റ്, സാനിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അഗൈൻ ഒരു ബ്യൂട്ടിഫുൾ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ഉണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിംഗ്. ബാൽക്കണി വ്യൂയിലേക്ക് പോകാം അഗൈൻ. വാവ്, സോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോർട്ടിൻ്റെ ഒരു സൈഡിൽ നിറയെ ഗ്രീനറി എന്ന് പറഞ്ഞാൽ ലഷ് ഗ്രീനറി, ഒരു സൈഡിൽ കടൽ. അതാണ് ഈ ഒരു റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഇത് കേട്ടോ, മൊത്തം ഒരു ഓഫ് വൈറ്റ് കളറിലാണ് റിസോർട്ട് മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വുഡനും അതുപോലെ തന്നെ ഗോൾഡൻ കളേഴ്സും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻറ്റീരിയറൊക്കെ. ആ ബാക്കിലെ മരത്തിലെ പൂക്കൾ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇവിടെ ഇപ്പോൾ 50 ഡിഗ്രിയാണ് ചൂട്, എന്നിട്ടും ഒരുപാട് മരങ്ങൾ ഇങ്ങനെ പൂത്തൊലഞ്ഞിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അത് കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റും വരുന്നുണ്ടായിരുന്നു. ഇത് റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള കാറ്റായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. ഫ്ലവേഴ്സിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ ആണ്. പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു എല്ലാം. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാറ്റും ഉണ്ട്, ഭയങ്കര കാറ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഇവിടെ പിന്നെ മിക്ക സമയങ്ങളിലും നല്ല കാറ്റ് ആണ്. ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഇത് റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രീ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കയറുന്നിടത്ത് തന്നെ. ഇതൊരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. റെസ്റ്റോറൻറ്റ്സ് തന്നെ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ. അതിലെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയാണിത്. കൂടുതലും അറബ്സും യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ ആയിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഭക്ഷണവും ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള. ഇത് ജെറ്റ് സ്കീയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഉച്ചയ്ക്കും ഈവനിങ്ങിലും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ജെറ്റ് സ്കീ റൈഡ് ചെയ്യാനായിട്ടും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബോട്ട്സ്. നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലെ ബോട്ട്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യൂവിന് വേണ്ടി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണത്. അല്ലാത്ത ബോട്ട്സും പോകുന്നുണ്ടായിരുന്നു. സോ ഇത് ഓവറോൾ അഗെയിൻ ഒരു വ്യൂ ആണ്. ഇത്രയും ചൂടായിട്ടും ഇഷ്ടംപോലെ യൂറോപ്യൻസൊക്കെ വന്നിട്ട് ആ ചൂടത്ത് സ്വിമ്മ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ അതിശയം തോന്നുമായിരുന്നു, എങ്ങനെ അവരുടെ സ്കിൻ ഇത്രയും ചൂടുമായിട്ട് ഇതായി പോകുന്നു എന്നുള്ളത്.
ഇത് മറ്റൊരു സൈഡിൽ നിന്നുള്ളൊരു റോയൽ വ്യൂ ആണ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ലൈറ്റൊക്കെ കൊടുത്തിട്ട് വേറൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.